ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. കുറച്ച് അപ്ഡേറ്റ് അല്ലേ ഉള്ളൂ, പെട്ടെന്ന് പറയാലോ. ആദ്യത്തേത് നമ്മുടെ സ്വന്തം സൽമാൻ ഖാൻ നായകനായിട്ട് വരുന്ന സിനിമ. വളരെ ഷോക്കാണ് അവസ്ഥ. അതായത് ആള് കയറാനില്ല. സൽമാൻ ഖാന്റെ സിക്കന്ദർ വിവിധയിടങ്ങളിൽ ഷോ റദ്ദാക്കി എന്നാണ് പറയുന്നത്. വളരെ ശോകമായിട്ടുള്ള അവസ്ഥയാണ്. AR മുരുകദോസ് സൽമാൻ ഖാൻ സംവിധാനത്തിൽ ഈദ് റിലീസായി എത്തിയ സൽമാൻ ഖാൻ ചിത്രം സിക്കന്ദർ പ്രേക്ഷകരില്ലാതെ വലയുന്നു. തെന്നിന്ത്യയിലെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനും ബോളിവുഡിലെ സൂപ്പർ താരവും ഒന്നിക്കുന്ന ചിത്രത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് സിനിമാ ലോകം കാത്തിരുന്നത്. ഇവൻ ഇതിന്റെ ട്രെയിലറൊക്കെ വന്നപ്പോൾ ഭയങ്കരമായിട്ടുള്ള സംഭവമായിരുന്നു. എനിക്കന്ന് റിയാക്ഷൻ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പൊ കുറെ ആളുകൾ സിക്കന്ദർ റിയാക്ഷൻ ചെയ്യാത്ത എന്താ വെച്ചിട്ട് ഒരുപാട് മെസ്സേജ് വന്നിരുന്നു. അങ്ങനെ ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയാണ്. പക്ഷെ അവസ്ഥ ഇതാണ്. റിലീസ് ദിവസം ആഗോളതലത്തിൽ 54 കോടി കളക്ട് ചെയ്ത ചിത്രത്തിന് റിലീസ് ദിവസം കേട്ടോ, അത് ഭയങ്കരമായല്ലോ. രണ്ടാം ദിവസം അടിതെറ്റി. മിക്കയിടങ്ങളിലും ആളില്ലാത്തതിനാൽ ഷോ ക്യാൻസൽ ചെയ്യുകയാണ്. റിലീസിന് മുൻപ് തന്നെ ചിത്രത്തിന്റെ എച്ച് പ്രിന്റ് ലീക്ക് ചെയ്യപ്പെട്ടതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്ത് എച്ച് പ്രിന്റ്? നെക്സ്റ്റ്, ഫഹദ് ഫാസിൽ വടിവേലു വീണ്ടും ഒന്നിക്കുന്നു. ഒരു ഗംഭീര ചിത്രം മാമന്നൻ തന്നിട്ടുണ്ടായിരുന്നു. മാമനിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കംബാക്കാണ് ഈ സത്യത്തിൽ വടിവേലു ചെയ്തിട്ടുള്ളത്. വടിവേലു അങ്ങനെ ഒരു കംബാക്ക് ചെയ്തു എന്ന് മാത്രമല്ല, നായകനെയും സൈഡാക്കി വില്ലൻ ഭയങ്കരമായിട്ടുള്ള പ്രേക്ഷക പ്രശംസയാണ് നേടിയത്. പ്രേക്ഷക പ്രശംസ തന്നെ അപ്പുറത്തേക്ക് ഭയങ്കരമായിട്ടുള്ള ആരാധനയാണ് ഫഹദ് ഫാസിലിന്റെ ആ ക്യാരക്ടറിനോട് തമിഴ്നാട്ടുകാർക്ക് തന്നെ തോന്നിയത്. അതിലൊരു ക്യാരക്ടറായിരുന്നു മാമനിലെ ക്യാരക്ടർ. അത് വടിവേലാണെങ്കിലും ശരി, നമ്മുടെ ഫാഫി ആണെങ്കിലും ശരി, അവർ വീണ്ടും ഒന്നിക്കുന്ന സിനിമ വരുന്നുണ്ട്. ഫഹദ് ഫാസിലും വടിവേലും ഒന്നിക്കുന്ന മാരീഷൻ. സുധീഷ് ശങ്കർ സംവിധാനം ചെയ്യുന്ന സിനിമ 2025 ജൂലൈയിൽ റിലീസായി എത്തും എന്നാ പറഞ്ഞത്. ഡേറ്റ് അവർ ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. പക്ഷെ ജൂലൈയിലാണെന്നുള്ളത് കൺഫേം ആയിട്ട് ഒഫീഷ്യലി തന്നെ വന്നിട്ടുണ്ട്. തമിഴ് ചിത്രം ആറു മനമേ, ദിലീപ് നായകനായ മലയാള ചിത്രം വില്ലാളി വീരൻ എന്നീ ചിത്രങ്ങൾ ഒരുക്കിയ സംവിധായകനാണ് സുധീഷ് ശങ്കർ. സോ അതൊരു പ്രതീക്ഷയോടെ തമിഴ്നാട്ടുകാർ തന്നെ കാണുന്ന ഒരു സിനിമയാണ്. നമുക്ക് ഓഫ്കോഴ്സ് പഫ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഭാഷയിലും എന്ത്. അടുത്തത് വർമ്മൻ. ആ ഒരൊറ്റ പേര് പറഞ്ഞാൽ അറിയാം ഏതാണ് സിനിമ. ജയിലർ. അതിൽ നായകൻ എന്തായിരുന്നു, വർമ്മന്റെ ഒരു സ്വഭാവം എന്തായിരുന്നു, ആ സിനിമ മൊത്തം നമുക്ക് അറിയാവുന്ന കണ്ട് ഓടി പോകും. അമ്മാതിരി ക്യാരക്ടറായിരുന്നു. അതിൽ ഒരു സംശയമല്ല. നമ്മുടെ വിനായകൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ക്യാരക്ടറിൽ ഒന്നാണ്. എന്തായാലും വർമ്മയുടെ മുകളിൽ നിൽക്കുമോ പുതിയ വില്ലൻ എന്നാണ് ചോദ്യം. അതായത് ജയിലർ 2. ജയിലർ 2വിൽ ജോയിൻ ചെയ്ത് തമിഴ് സൂപ്പർ താരം SJ സൂര്യ. അപ്പോ SJ സൂര്യ വർമ്മന്റെ മുകളിൽ വരുമോ എന്നുള്ളതാണ് ചോദ്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. വേറെ വില്ലൻ ഇതിലുണ്ടോ നമുക്ക് അറിയില്ല കേട്ടോ. പക്ഷെ ഇവര് പറയുന്നത് ഇദ്ദേഹം തന്നെ വില്ലനായിട്ട് വരുന്ന രീതിയിൽ. മേ ബി SJ സൂര്യ ചെയ്തിട്ടുള്ള നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടർ ആയതുകൊണ്ട്, അത് ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് ചെയ്തു വരുന്നതൊക്കെ അത്തരത്തിലുള്ള ക്യാരക്ടർ ആയതുകൊണ്ട് ഒരു പക്ഷെ അതായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അവർ പറയുന്നതും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല എന്തായാലും വർമ്മന്റെ മുകളിൽ നിൽക്കുന്നത്. കാരണം SJ സൂര്യക്ക് ഒരു സ്റ്റൈൽ ഉണ്ട്, ഒരു ഭയങ്കര ലൗഡായിട്ടുള്ള പെർഫോമൻസ്. അതൊക്കെ ആ രീതിയിൽ തന്നെ കൊണ്ടുവരാൻ സാധ്യത. ലൗഡ് അല്ലാത്തൊരു ക്യാരക്ടർ വരുമ്പോൾ എത്രമാത്രം അത് വർക്കാവും അറിയില്ല. ഇപ്പൊ ലാസ്റ്റ് വന്നിട്ടുള്ള സിനിമ, നമ്മുടെ ചിയാൻ വിക്രം നായകനായിട്ട് വന്നിട്ടുള്ള സിനിമ, അതിലെ വില്ലനായിട്ട് വന്നില്ല. വില്ലൻ എന്ന് പറയാൻ വില്ലൻ എന്നാലും ഏകദേശം സ്ഥിരം ക്യാരക്ടറിൽ നിന്ന് കുറച്ച് മാറി അത്ര ലൗഡ് അല്ലാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ സട്ടിൽ ആയിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ ഉള്ള സാധനം തന്നെയായിരുന്നു. പക്ഷെ എന്നാൽ SJ സൂര്യ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു യുണീക് സ്റ്റൈൽ ഉണ്ട്. അത് നമ്മൾ കണ്ട് നമുക്ക് ഓക്കെ ആണ്. അപ്പൊ അത്തരത്തിലൊരാള് ജയിലർ 2വിൽ വില്ലനായിട്ട് വരുമ്പോൾ അത് അത്ര വലിയ സംഭവമായിട്ട് വരുന്ന എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം ആദ്യമൊക്കെ അദ്ദേഹം ചെയ്തിരുന്ന ക്യാരക്ടേഴ്സ് ഭയങ്കര വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തിരുന്നെങ്കിലും ഇപ്പൊ അത് കണ്ട് സ്ഥിരം പരിപാടിയായി മാറിയിട്ടില്ലേ എന്നൊരു ഡൗട്ട് ഉണ്ട്. സോ ജയിലർ 2വിൽ വില്ലൻ ഇതുപോലെ വർമ്മനെ കാസ്റ്റ് ചെയ്ത പോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരാളെ, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ കാസ്റ്റ് ചെയ്ത് നല്ലതായിരുന്നു എന്നൊരു തോന്നലുണ്ട്. പക്ഷെ നെൽസൺ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള പടമാണ്. ജയിലർ 2വിന് വളരെ പ്രതീക്ഷയുള്ള സിനിമയാണ്. സോ മാസും ക്ലാസ്സും ഒക്കെ ചേർന്നുള്ള സാധനം തന്നെ ആയിരിക്കും പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. വർമ്മന്റെ മുകളിൽ പോകുമോ SJ സൂര്യയുടെ കഥാപാത്രം? ഇനി എല്ലാവരും ചെയ്യാൻ പറഞ്ഞ സംഭവം, 2-3 ദിവസമായിട്ട് ഇത് എല്ലാവർക്കും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. എന്നാലും പറഞ്ഞ സ്ഥിതിക്ക് ചെയ്യുന്നുള്ളൂ. ലൂസിഫർ 3യുടെ പേര് വെളിപ്പെടുത്തി ദീപക് ദേവ്. അതായത് അസ്രായേൽ എന്നാണ് പേര് വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് പറയുന്നത്. അത് കറുത്ത മാലാക എന്നർത്ഥം വരുന്ന സംഭവം. കറുത്ത മാലാക, മരണത്തിന്റെ മാലാക. രണ്ടാം ഭാഗത്തിലേക്കുള്ള സൂചനയായി ലൂസിഫർ സിനിമയുടെ അവസാന രംഗത്ത് കാണിച്ച പാട്ടിൽ എമ്പുരാനെ എന്ന പ്രയോഗം ഉണ്ടായിരുന്നു. ഇത്തവണ അത് അസ്രായേൽ എന്നാണ്. ദൈവത്തിന്റെ മരണദൂതനാണ് അസ്രായേൽ. മരിച്ചയാളുടെ ആത്മാക്കളെ ശരീരത്തിൽ നിന്ന് എടുക്കാൻ അവകാശമുള്ളവൻ. ക്ലബ് എഫ്എമ്മിന് നൽകിയ അഭിമുഖത്തിൽ ലൂസിഫർ 3യുടെ പേര് വെളിപ്പെടുത്തിയ ദീപക് ദേവ് അസ്രായേൽ എന്നായിരിക്കും എന്ന് പറഞ്ഞു എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ന്യൂസ് ആയിട്ടുണ്ട്. ഇനി തേർഡ് പാർട്ട് വരുമോ വെച്ചാൽ ആന്റണി പെരുമ്പാവൂർ
ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു തേർഡ് സംഭവിക്കും, എന്തായാലും സംഭവിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. തേർഡ് സംഭവിക്കാതിരിക്കുന്ന എനിക്കും തോന്നുന്നില്ല. ഒരു പക്ഷേ നെഗറ്റീവ്സ് ഒക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ പല ആൾക്കാരും ചിന്തിച്ചിരുന്നു ഇനിയിപ്പോ തേർഡ് അത് ചെയ്യുമോ എന്നൊക്കെ. തേർഡ് ഓഫ് കോഴ്സ് അവർ ചെയ്യും, കാരണം കളക്ഷനിലൊന്നും ഒരു ഡൗട്ടും ഇല്ല. 200 കോടിക്ക് പുഷ്പം പോലെ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എത്ര വരുന്നുള്ള നമുക്ക് കണ്ടറിയാം. ബുക്കിങ്ങിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. ഇന്നിപ്പോ ഏതോ ആദ്യമായിട്ട് എത്രയോ 40 വർഷത്തെ ഇടയിൽ ആദ്യമായിട്ടാണ് 7 ദിവസത്തേക്ക് ഹൗസ്ഫുൾ ആയിട്ട് എൻ്റെ ഓടുന്നത്. ലിബർട്ടി ബഷീറാണ് പുള്ളിന്റെ പേര്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ, അദ്ദേഹത്തിന്റെ തിയേറ്റർ ഉടമസ്ഥയിലുള്ള തിയേറ്ററിൽ. അങ്ങനെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. ബുക്ക് മൈ ഷോയിലൊക്കെ റെക്കോർഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈവൻ BJP ഇടപെടലും ബജ്രംഗിയും പരിപാടിയൊക്കെ കൊണ്ട് വീണ്ടും ഒരു 10 ലെവൽ മുകളിലേക്ക് കയറിയിട്ടുണ്ട് പടം എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. സോ കളക്ഷൻ വരും, തേർഡ് വരും, വന്നിരിക്കും. ഇനി പറയാനുള്ളത് നമുക്ക് ബസൂക്ക. ലൂസിഫർ കഴിഞ്ഞു നമുക്ക് പറയാൻ പറ്റില്ല. ലൂസിഫർ ഇപ്പോഴും ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മുന്നോട്ട് ഒരുപാട് ദിവസം ഓടും തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാൽ പോലും അത് റിലീസ് ആയല്ലോ. ഇനി വരാനുള്ളത് ബസൂക്കയാണ്. മമ്മൂക്ക നായകനായിട്ട് വരുന്ന ചിത്രമാണ്. അന്ന് വേറെയും കുറെ സിനിമകളുണ്ട് അല്ലെ. ആലപ്പുഴ ചിങ്കാനൊക്കെ അന്നാണോ? അല്ല, ആലപ്പുഴ ചിങ്കാൻ അന്നല്ലേ, മെയ് 1 എന്തായാലും വേറെ ഏതൊക്കെ പടങ്ങൾ വരാനുണ്ട്. നമ്മൾ കാത്തിരിക്കുന്നത്, ഞാൻ പേഴ്സണലി കാത്തിരിക്കുന്നത് ബസൂക്കാണ്. ആലപ്പുഴ ചിങ്കാൻ അന്ന് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പിന്നെ ഗുഡ് ബാഡ് അഗ്ലി ആണോ? കുറെ ദൂരത്തു നിന്നാണ് ആ കരച്ചിലുണ്ടായിരുന്നത്. ഇപ്പൊ പണ്ടാറ ഇവിടെ തിരിണ്ട് അടിക്കുന്നില്ല, പൊരിക്കുന്നില്ല. അപ്പോ ആലപ്പുഴ ചിങ്കാന ആൻഡ് ഗുഡ് ബാഡ് അഗ്ലി അതൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് അന്ന് തന്നെയാണോ അതോ മെയ് 1 കറക്റ്റ് ഓർമ്മയിട്ടില്ല. റെട്രോന്റെ കൂടെയാണോ? എന്താണെങ്കിലും ബസൂക്ക നമ്മൾ കാണും, അതിൽ ഡൗട്ടൊന്നുമില്ല. സോ രണ്ട് അന്ന് ആലപ്പുഴ ചിങ്കാന ഉണ്ടെങ്കിൽ അതും കാണും. അതിന് മെയ് 1 കാണും, അത് വേറെ കാര്യം. പക്ഷെ ആദ്യം കാണുന്നത് എന്തായാലും ബസൂക്ക തന്നെ ആയിരിക്കും. അതാണ് ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ ബസൂക്കയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റർ തന്നിട്ടുണ്ട്. ഇതാണ് സംഭവം. ഫസ്റ്റ് FDFS ലോക്ക് ചെയ്തിരുന്നു. 9 മണിക്കാണ് പറഞ്ഞിരുന്നത്. 6 മണി 7 മണി ഒന്നും അല്ലായിരുന്നു, മാറ്റിയിട്ടുണ്ടായിരുന്നു. 9 മണിക്കാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പൊതുവെ മമ്മൂക്ക ചിത്രങ്ങളൊക്കെ ഇങ്ങനെ 9 മണിക്ക് തന്നെയാണ് തരാറുള്ളത്. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് കുറെ സിനിമകൾ അങ്ങനെ തന്നെയാണ്. ഇവിടെയൊക്കെ 11 മണിക്കാണ് ഷോ, പക്ഷെ 9 മണിക്ക് എല്ലായിടത്തും ഓൾ ഓവർ കേരള അങ്ങനെ തന്നെയാണ് അവർ തന്നിട്ടുള്ളത്. ആൻഡ് ഇപ്പൊ തന്നിട്ടുള്ളത് ഏറ്റവും പുതിയ പോസ്റ്റർ ഇതാണ്. 8 more days to go എന്നുള്ള പോസ്റ്ററാണ്. ഷൈൻ ടോം ചാക്കോ ആസ് ഫ്രാങ്കോ സൽവാട്ടർ. ഇതെന്ത് സെൽവാത്തർ എന്തായാലും വേണ്ടില്ല, ഫ്രാങ്കോ. പിന്നെ പുള്ളി തൊപ്പിയില്ലാത്ത പരിപാടിയില്ല. എനിക്ക് ഷൈൻ ടോമിനെ കാണുമ്പോൾ എപ്പോഴും സ്ഥിരം ഇന്റർവ്യൂല് വന്നിരിക്കുന്ന ഷൈൻ അത് തന്നെ ഫീൽ ചെയ്യാറുള്ളൂ. ഇവിടെയും എനിക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്യും. ഇന്റർവ്യൂല് വന്ന് എങ്ങനെയാണ് ഇരിക്കുന്നത് അതേപോലെ ആ സോഫയിൽ ഇരിക്കുന്നുണ്ട്. കുറച്ച് ആറ്റിറ്റ്യൂഡാണ് ശ്രമിച്ചിട്ടുണ്ട്. അത് മാത്രമാണ് ഒരു മാറ്റം തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ സംസാരം കൂടി ആണെങ്കിൽ കയ്യിൽ നിന്ന് പോകും. അങ്ങനെ സംസാരിക്കാതെ ഡിഫറെന്റ് ആയിട്ടുള്ള സാധനം ആവട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ പൊതുവെ ഷൈനിന് വരാറുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ ആ സ്വഭാവത്തിന് മാച്ച് ആയിട്ടുള്ള രീതിയിലുള്ള സാധനങ്ങളാണ് ഉണ്ടാവാറുള്ളത്. ചിലത് മാത്രമേ അല്ലാതെ വരാറുള്ളൂ. അത് എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെടാറില്ല. ഇതിൽ നല്ല കഥാപാത്രമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാണെങ്കിലും അല്ലെങ്കിലും ബസൂക്ക അത് നമുക്ക് തൂക്കും, നോ വറീസ്. അപ്പോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും മറക്കാൻ കമന്റിൽ രേഖപ്പെടുത്തുക. ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഏതാണ്? ബസൂക്കയാണോ, റെട്രോ ആണോ, ഗുഡ് ബാഡ് അഗ്ലി ആണോ? അങ്ങനെ ഒരു പിടി സിനിമകളുണ്ടല്ലോ. ഇതിൽ ഏറ്റവും പ്രതീക്ഷയോടെ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന ചിത്രം ഏതാണെന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു. ആൻഡ് ഓഫ് കോഴ്സ് തുടരും വരാണ്ട് ലാലേട്ടന്റെ ഒരുപാട് സിനിമകളുണ്ട്. കമന്റിൽ രേഖപ്പെടുത്തും. താങ്ക് യു.